സഞ്ജു സാംസൺ തൻ്റെ അവസാന 5 മത്സരങ്ങളിൽ നിന്ന് 3 ട്വൻ്റി സെഞ്ചുറികളാണ് അടിച്ചുകൂട്ടിയത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ മത്സരത്തിലും അവസാനത്തെയും 4ാമത്തെയും മത്സരത്തിലും സെഞ്ചുറി നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ 3ാം ട്വൻ്റിയിലെ വെടിക്കെട്ട് സെഞ്ചുറി നേട്ടത്തോടെയായിരുന്നു ഈ കുതിപ്പ് തുടങ്ങിയത്. മുൻ ഇന്ത്യൻ താരം അജയ് ജഡേജ സഞ്ജുവിനെ പ്രശംസിക്കുകയും ഇതിഹാസങ്ങളുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 159 മത്സരങ്ങൾ കളിച്ച രോഹിത് ശർമ്മ 5 സെഞ്ചുറികളാണ് നേടിയത്. വിരാട് കോഹ്ലി ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് 125 ട്വൻ്റി മത്സരങ്ങളിൽ നിന്നാണ്. അതിൽ 1 സെഞ്ചുറിയുമുണ്ട്. 78 മത്സരങ്ങളിൽ നിന്ന് 4 സെഞ്ചുറികൾ നേടിയ സൂര്യകുമാർ യാദവാണ് സെഞ്ചുറി വീരന്മാരുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത്. 72 ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് KL രാഹുലിന് 2 സെഞ്ചുറി നേട്ടങ്ങളുമുണ്ട്. എന്നാൽ ഋഷഭ് പന്തിന് 76 മത്സരം കളിച്ചിട്ട് 3 അർദ്ധ സെഞ്ചുറി മാത്രമേ ഉള്ളൂ. സഞ്ജു സാംസണിൻ്റെ കാര്യം വരുമ്പോൾ ഈ ഫോർമാറ്റിൽ 3 സെഞ്ചുറി നേടാൻ 37 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം എടുത്തത്. ട്വൻ്റിയിൽ 4 അല്ലെങ്കിൽ 5 സെഞ്ചുറികൾ നേടുന്നതിനായി ഞങ്ങളുടെ ഇതിഹാസങ്ങൾ 150 മത്സരങ്ങൾ കളിച്ചു. എന്നാൽ സഞ്ജു സാംസണിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 സെഞ്ചുറികളിലേക്ക് എത്താൻ സാധിച്ചു. പുതിയ തലമുറയുടെ മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. അവർ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. മത്സരത്തിൻ്റെ ആദ്യ പന്ത് മുതൽ അവരുടെ ഷോട്ടുകൾക്കായി ശ്രമിക്കുന്നു. ടീം ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു സഞ്ജു സാംസൺ. അവൻ ഇപ്പോൾ ഒരു വ്യത്യസ്ത ബാറ്ററായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും കഴിവുണ്ടായിരുന്നു, പക്ഷേ ആ സ്ഥിരത നഷ്ടപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായി 2 ഡക്ക് സ്കോർ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം അസാധാരണമായിരുന്നു. അജയ് ജഡേജ ജിയോ സിനിമയിൽ പറയുകയുണ്ടായി, എന്നിരുന്നാലും രോഹിത് ശർമ്മ ഒഴിച്ചിട്ട ട്വൻ്റിയിലെ ഓപ്പണിംഗ് സ്ഥാനം തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മത്സരത്തിൽ സഞ്ജു സാംസൺ 9 സിക്സും 4 ഫോറും അടക്കം 56 പന്തിൽ 109 റൺസ് നേടി ക്രീസിൽ പുറത്താകാതെ നിന്നിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 194.64 ആയിരുന്നു.